എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുളച്ചലിലാണ്. കുളച്ചലിൽ എൻ്റെ ഫ്രണ്ടായ ഡോക്ടർ ഡേവിഡ് സുജിൻ അദ്ദേഹത്തിൻ്റെ ഫാം ഡെവലപ്പ് ചെയ്യുന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഫാം നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. പുള്ളിയുടെ ഗൈഡ് ലൈൻസിലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഫാം ഒന്ന് ഓടിച്ച് കണ്ടിട്ട് വരാം. നമ്മുടെ ഫാമിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പെപ്പറാണ്, കുരുമുളക്. ഇത് തെക്കൻ പെപ്പർ 2 എന്ന് പറയുന്ന കുരുമുളകാണ്. നല്ല വലിപ്പം വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ബുഷ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ താഴെ നിന്നും പിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു പെപ്പറിൻ്റെ പ്രത്യേകത. ഇത് തിപ്പലിയിലാണ് നമ്മൾ ബഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കൈരളി എന്ന് പറയുന്ന ഒരു വെറൈറ്റി കുരുമുളകാണ്. നല്ല രീതിയിൽ പിടിക്കുന്ന സാധനമാണ്. ഇതെല്ലാം തിപ്പലിയാണ്. തിപ്പലി എന്ന് പറഞ്ഞാൽ ബെൽജിയം പെപ്പർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് നമ്മുടെ കണ്ടൽ ചെടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. എത്ര വെള്ളം ഉണ്ടെങ്കിലും ഇതിൻ്റെ വേര് അഴുകിപ്പോകത്തില്ല. അതുകൊണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യും. പെപ്പർ 1ഉം 2ഉം കൈരളിയും അങ്ങനെയുള്ള ഒരു 6-7 വെറൈറ്റി കുരുമുളക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കുരുമുളകിന് നല്ല ലൈഫ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. കുരുമുളക് നമ്മൾ ചെയ്തിരിക്കുന്നത് PVC പൈപ്പിലാണ് കുരുമുളക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്തു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ പെപ്പർ ഫാം. ഓക്കെ, ഒരു 3.5 ഏക്കറിലാണ് നമ്മുടെ ഈ ഫാം നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പടർന്ന് കിളിക്കുന്നതാണ് ഈ പൈപ്പിൽ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ബുഷാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ബുഷായെന്നും ക്ലൈംബസായെന്നും ഈ പെപ്പറൊക്കെ എങ്ങനെയാണ് കിളിച്ച് നിൽക്കുന്നതെന്നും എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കിളിപ്പിച്ചെടുത്തെന്നും ഒക്കെയുള്ള വീഡിയോ ഞാൻ പെതുക്കെ ഓരോന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെപ്പർ. ഇതെല്ലാം ബുഷ് പെപ്പറാണ്. കാര്യം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കുരുമുളക് ഒരു വീട്ടിൽ വളർത്തി വിട്ടാൽ ആകാശത്തോട്ടല്ലേ പോകുന്നത്. അത് നമുക്ക് പറിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ പെപ്പറാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേബി മീൻസ് ചെറിയ തൈകൾ നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബിഗിനിങ് സ്റ്റേജാണ്. ഇത് തുടക്കമാണ്. ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഇതൊരു ഫാം ടൂറിസം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഫാം ഡെവലപ്പ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് കുരുമുളകും വാഴയും അതുപോലെ തന്നെ നമുക്ക് കീഴിലെ മീൻകുളമുണ്ട്. അപ്പോൾ ആ മീൻകുളത്തിൽ നമ്മൾ വരാലാണ് കൃഷി ചെയ്യുന്നത്. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ പരിപാടി ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്പ്രിങ്ക്ലറാണ്. ഇവിടെ മൊത്തം ഈ ഒരു പ്ലോട്ട് മൊത്തം ഈ ഒരു സ്പ്രിങ്ക്ലർ കൊണ്ട് അടിച്ചാൽ മൊത്തം നനയും. അപ്പോൾ ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മീൻകുളം, കണ്ടോ. അപ്പോൾ ഈ ഒരു മീൻകുളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 4 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ കുളത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ കിണറ്റിലെയും അതുപോലെ തന്നെ ബോർവെല്ലിലെയും വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് 5000 വരാൽ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ 4 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ആ ഒരു ടാങ്കാണ് നിങ്ങൾ കണ്ടത്. അതിൽ 5000 വരാലിനെ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫാം ഞാനൊന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ടൊക്കെ ചെയ്യണം. ഓക്കെ, ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരുപാട് തരം കൃഷികളെല്ലാം വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹട്ട് മാതിരി വീടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഒരു 1.5 വർഷമാവും. അപ്പോഴത്തേക്ക് നമ്മളിത് ഫുള്ള് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഫാം നിങ്ങളെല്ലാവരും ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു. ഇവിടെ ഇപ്പോൾ ഉള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വാഴകളും അതുപോലെ തന്നെ ഒരു 5ഓളം ടൈപ്പുള്ള കുരുമുളകും പിന്നെ നമ്മുടെ മീൻകുളവും വരാൽ കൃഷിയും. അപ്പോൾ അതിത്രയുമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അടുത്ത പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഇഞ്ചി കൃഷി ചെയ്യുക, ജിഞ്ചർ. അതുപോലെ തന്നെ ഇവിടെ ഒരു 2000 കോഴിയെ വളർത്താൻ പറ്റുന്ന പോൾട്രി ഫാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരണം. അതുപോലെ തന്നെ ഇവിടെ മഡ് ഹൗസ് ഉണ്ടാക്കാനൊരു പ്ലാനുണ്ട്. അതുപോലെ തന്നെ
എന്താ പറയുക, ഒരു ഫാം ഹൗസിന് വേണ്ട രീതിയിലുള്ള കുറേയധികം ചെറിയ ചെറിയ ഹട്ടുകൾ, 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹട്ടുകൾ, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വീടുകൾ, ട്രീ ഹൗസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ അവസാനത്തെ പരിപാടികൾ. അതാണ്. അതിനു മുമ്പേ ഈ കാണുന്ന ഈ സ്ഥലം മൊത്തം നമ്മൾ കുരുമുളക് കൊണ്ട് നിറയ്ക്കും. ഇതിൻ്റെ ഇടയിലെല്ലാം ജിഞ്ചർ വയ്ക്കും. അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരനും ഇതിൻ്റെ ഓണറുമായ എൻ്റെ ഡിയർ ബ്രദർ ഡോക്ടർ ഡേവിഡ് സുജിനാണ്. അദ്ദേഹത്തിൻ്റെ തലയാണ് മൊത്തം. പിന്നെ ആ തലയുടെ കൂടെ ഞാനൊന്ന് നിന്ന് കൊടുക്കുന്നു, അത്ര തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ല കിടിലം സ്ഥലമാണ് കുളച്ചിൽ. എന്താ പറയുക, എല്ലാം വിളയുന്നൊരു മണ്ണാണ്. എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. എല്ലാം വിളയും. നല്ല സൂപ്പർ മണ്ണാണ്. നമുക്ക് ഒത്തുപിടിച്ചാൽ അടിച്ച് കയറാം. അപ്പോൾ എന്തായാലും പുതിയ പുതിയ വീഡിയോകൾ പടപടാന്ന് വരും. മീൻ വന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ, അതെവിടെ നിന്ന് വാങ്ങിച്ചാന്നിട്ടുള്ള വീഡിയോ, ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനെ പറ്റി, എങ്ങനെയാണ് ബഡ് ചെയ്യുന്നത്, ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ തിപ്പൊലിയിൽ ഇത് പടർത്തി വിടുന്നത്, എല്ലാം കുറിച്ച്, അതിൻ്റെ വളമിടുന്ന പരിപാടി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോരോ വീഡിയോകൾ ഓരോരോ എപ്പിസോഡായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കുറച്ചധികം ഓട്ടത്തിലായിരുന്നു. ഇപ്പം ഞാൻ റൈറ്റ് ട്രാക്കിൽ വന്നിട്ടുണ്ട്. സോ ഇനി കറക്റ്റായിട്ട് വീഡിയോ വന്നിരിക്കും. എനിവേ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.